വളരുമവൻ ലെബനോന്റെ കാലിലോ വർദ്ധിക്കും അവർക്ക് ദുഷ്ടേ പുഷ്ടികളും പാർക്കുമോ ഓർമ്മയെ ബഹുമാനിച്ചോർക്കാൻ ഭാഗ്യം നീവിയർക്കും ഭാഗ്യം സ്നേഹർക്കും ഭാഗ്യം സഹനീർക്കും പുനരുദ്ധാനത്തിനെ പാർക്കുമോ കാൺമാൻ കാംക്ഷിച്ചൊരു സഹതി വളർച്ചേറി പരിശുദ്ധന്മാരെ നിങ്ങൾ വർദ്ധിപ്പിൻ കർത്താവോട പടികളെയും തൻ കോപത്തിൻ പടികളെയും വാങ്ങിച്ചീട ഇപ്പോൾ വിശുദ്ധ ദൈവമാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു. കാരുണ്യവാനായ കർത്താവേ, നിന്റെ കരുണയുടെ വാതിലുകൾ തുറന്നു തരണമേ. എന്തെന്നാൽ ഞങ്ങളുടെ ശരണത്തിലാവും ഞങ്ങളെ എത്തിച്ചു പോകരുതേ. നീ മൂലം സകല ദുഃഖങ്ങൾ ഞങ്ങൾ രക്ഷപ്രാപിച്ചു കൊള്ളപ്പെടുവാറാകണമേ. നീ ക്രിസ്തീയവർക്ക് നിന്റെ രക്ഷിതാവിനോട് പോകാനുമാകുന്നില്ല കർത്താവേ. ഞങ്ങൾ നിന്നോട് നിന്നെ ശരണമാക്കിയിരിക്കുന്നതാൽ ഞങ്ങളുടെ കരുണ ചെയ്യണമേ. ഞങ്ങളോട് ശേഷം കോപിക്കരുതേ. രഹസ്യവും പരസ്യമായ സകല മാലിന്യങ്ങളെയും കുറ്റങ്ങളെയും ഓർക്കുകയും വരുതേ. എന്നാലോ നിനക്ക് സഹജമായിരിക്കുന്നതാലും കരുണയാലും മനവും കൊടുത്താലും ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. ഞങ്ങളുടെ ശത്രുക്കളും ഞങ്ങളെ വീണ്ടെടുക്കണമേ. എന്നാൽ നീ ഞങ്ങളുടെ ദൈവമാകുന്നു, ഞങ്ങൾ നിന്നെ നിൽക്കേണ്ട വരെയാകുന്നു. ഇരുതാവങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതായ തന്നെ പ്രസംഗ മാതാവാകുന്ന പരിശോധന മറിയാമിന്റെ അപേക്ഷകളാ തന്നെ അവൾക്ക് തിരുസന്നിധിയിൽ അംഗീകരണവും പ്രസന്നതയുണ്ടല്ലോ. അവനായുള്ളവേ, ശുദ്ധിമതിയായ അവളുടെ പ്രാർത്ഥനയാൽ കരുണയോടെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. അടിയാതെ കൃപയും വാഴും നല്ല
പരിശുദ്ധ സ്ഥലത്ത് സർവവിശുദ്ധന്മാരെക്കാൾ ഉപരിയായി സ്ഥിതി ചെയ്യുന്ന അജരവാൻ ദൈവത്തെ പ്രസവിച്ച വെടിപ്പുള്ളവളും സ്ഥാനത്തിന് മഹത്വമുള്ളവളുമായ മാതാവേ, ഇപ്പോൾ ഈ അപേക്ഷയെ കൈക്കൊള്ളണമേ. നിന്റെ അടുക്കൽ പ്രവർത്തിച്ച് അപേക്ഷിക്കുന്നവരായ എല്ലാവരെയും സർവ്വവിധ ദുഃഖങ്ങൾക്ക് വേണ്ടുകൊള്ളുകയും വരുവാനിരിക്കുന്ന എല്ലാ പ്രതിക്രിയകളിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യണമേ. കരുണയുടെ വാചനം സ്ഥല നന്മയുടെയും ഭംഗാരവും തന്നോട് യാചിക്കുന്നവരുടെ യാചനകളെ നിരസിക്കാത്തോളം തന്നോട് അപേക്ഷിക്കുന്നവരെ ലജ്ജിപ്പിക്കാത്തോളമായ ഞങ്ങളുടെ നാഥയായ കന്യകയെ, ബലഹീനരായി ഞങ്ങളെ സഹായിക്കുന്നതിന് നിന്റെ വിശുദ്ധയോടും നന്മയോടും ഞങ്ങൾ അപേക്ഷിക്കുന്നു. അമ്മേ, നിന്റെ പ്രാർത്ഥനകളാൽ ഞങ്ങളുടെ രോഗങ്ങളെ സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ കറകളെ മായ്ക്കണമേ. ഞങ്ങളുടെ ആത്മാക്കളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ വിചാരങ്ങളെ നിർമ്മലമാക്കണമേ. ഞങ്ങളുടെ ചിന്തകളെ വെളിപ്പാക്കണമേ. ഞങ്ങളുടെ ബന്ധനങ്ങളെ അഴിക്കണമേ. ഞങ്ങളുടെ ഊടുവഴികളെ നേരെയാക്കണമേ. ഞങ്ങളുടെ നടപ്പുകളെ ഉറപ്പിക്കണമേ. ഞങ്ങളുടെ കടങ്ങൾ പരിഹരിക്കണമേ. ഞങ്ങളുടെ കുറ്റങ്ങൾ മായ്ക്കണമേ. ഞങ്ങളുടെ അരകളെ മുറുക്കണമേ. ബലഹീനരായ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ വൃദ്ധന്മാരെ താങ്ങണമേ. ഞങ്ങളുടെ യുവാക്കന്മാരെ പരിപാലിക്കണമേ. ഞങ്ങളുടെ വൈദ്യങ്ങളെ കൃപയാൽ വളർത്തിത്തരണമേ. ദൂരെയായിരിക്കുന്നവരെ സമാധാനത്തോടെ തിരികെ വരുത്തണമേ. ബലഹീനർക്ക് ലഭിക്കുകയും ഭാവികളുടെ കടങ്ങളും ഭാവങ്ങളും മോചിക്കുകയും ചെയ്യണമേ. യോഗ്യതയോടെ വരുന്നുള്ള പ്രാർത്ഥന അർപ്പിക്കുന്ന പരിപാടിയുള്ള സ്ത്രീകളെ മറിച്ചുകൊള്ളണമേ. നിന്റെ പ്രാപിച്ച വിശ്വാസികളായി മരിച്ചുപോയവർ കരുണ പ്രാപിക്കണമേ. അമ്മേ, ദുരാഗ്രഹികളായ മനുഷ്യരുടെ ദുഷ്ടങ്ങളായി ഞങ്ങളിൽ നിന്ന് അകറ്റിക്കളയണമേ. കരുണയില്ലാത്ത ജാതികൾ ഞങ്ങളെ വേണ്ടുകൊള്ളണമേ. സഭയിൽ നിന്റെ മക്കളും പൊതുവായി മറിച്ചുകൊള്ളപ്പെടണമേ. നിന്നിൽ അഭയം പ്രാപിക്കുന്ന വിഷയായിക്കെടുത്ത് നിന്റെ ജനത്തെ കാത്തുകൊള്ളണമേ. നിന്റെ വെടിപിരിവായി അപേക്ഷ സമർപ്പിക്കുകയും ശ്രേഷ്ഠവും പ്രശസ്തവുമായ പരിശുദ്ധവും നിൽക്കുകയും ചെയ്യുന്ന എല്ലാവരിൽ നിന്നും ദോഷികളായവരുടെ ദൃഷ്ടികളെ പിന്തിരിപ്പിക്കണമേ. അവരുടെ അപേക്ഷകളും പ്രാർത്ഥനകളും ജാഗ്രതകളും കൈക്കൊള്ളപ്പെടണമേ. നിന്റെ കരുണാക്കോട്ട എല്ലായ്പ്പോഴവരെ തിരിച്ചുകൊള്ളണമേ. നിന്റെ ശുദ്ധതയുടെ തിരിച്ചിൽ അവരെയും ഇറക്കുകയും അവർ കുറ്റമില്ലാത്തവരായി തീരുകയും ചെയ്യണമേ. രഹസ്യവും പരസ്യവുമായ ശത്രുക്കളുടെ ദുഷ്ടമെന്ന് അവരെ രക്ഷിക്കണമേ. അവരെയും ബലഹീനരായ ഞങ്ങളെയും സാധപട്ടക്കാരെയും സന്മാസന്മാരെയും ഒരുങ്ങി വന്നിരിക്കുന്ന ജനസമൂഹത്തെയും കാത്തുകൊള്ളണമേ. നാം അട്ടഹസിച്ച 3 പ്രാവശ്യം കുറേലായിസോൻ എന്ന് ഏറ്റിരണം. Subhano
ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. സന്ദർഭത്തിനെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ എന്നോട് പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതോ. ആമേൻ. നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഞങ്ങളുടെ മരണസമയത്തും ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചുണ്ടാക്കിയ കർത്താവിനാൽ ഞങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയെ ഞങ്ങളോട് സംബന്ധപ്പെട്ടവരായ നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തുവാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായ മരിച്ചവരെയും പുണ്യപ്പെടുത്തി ഉറവാക്കുവാറാകട്ടെ. കുറ്റമുള്ളതായ ഞങ്ങളുടെ പ്രാർത്ഥനകളും ശുശ്രൂഷകളും ഭയങ്കരോന്നതമായ സിംഹാസനന്മാ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതും ആക്കി തീർക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാക്കപ്പെടണമേ. സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഭൂമികൾ തരണമേ. ഞങ്ങളുടെ കാരുണ്യം ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. തുടർന്നാൽ രാജ്യം ശക്തിയും മഹത്വവും നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. വാഴ്ത്തപ്പെട്ടവളാകുന്നു. വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള നിബന്ധമേ തമ്മിലെ പാപങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്തും വാത്സല്യമുള്ളവരെ, ഇപ്പോൾ വിശുദ്ധ പാത്രികർക്ക് പതാക ഈ കുരിശടിയിൽ സ്ഥാപിച്ചിട്ടുള്ളതായ കൊടിമരത്തിന് അഭിയുന്ന പിതാവ് ഉയർത്തുന്നു. വിജയ കൊടിതാൻ ശ്രീവാ തിരുമേനി, വന്യ വൈദിക ശ്രേഷ്ഠരെ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ളതായ വിശ്വാസികളുടെ സമൂഹമേ, അല്പസമയം കൂടെ എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നടത്തിയിട്ടുള്ളതായ ഈ പ്രവർത്തനങ്ങളുടെയൊക്കെ വിവരങ്ങൾ മനസ്സിലാകുവാൻ തക്കവണ്ണം ഹ്രസ്വമായൊരു പൊതു സമ്മേളനമാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. അഭിയുന്ന പിതാവും വന്യ വൈദിക ശ്രേഷ്ഠരും പ്രിയപ്പെട്ടവരും അതായത് സ്ഥാനങ്ങളില് ക്രമീകരിച്ചിട്ടുള്ളതായ സ്ഥാനങ്ങളില് ഉപവിഷ്ടരാകുകയോ ചെയ്യണമെന്നുള്ള കാര്യം പ്രത്യേകം അറിയിക്കുന്നു. ഇവിടെയുള്ളതായ പരിമിതമായ സൗകര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. ഈ ചെറിയ കൂടിവരവിന് ഇടവയുടെ സഹവികാരിയായ പ്രിയപ്പെട്ട സിറിൽ കുര്യാക്കോസ് അച്ഛന് ഇപ്പോൾ ചുരുങ്ങിയ വാചകങ്ങളില് സ്വാഗതം അറിയിക്കുന്നതാണ്. ദൈവത്തിന് സ്തുതി. അഭിമന്യ ഇടവക മെത്രാപ്പോലീത്ത തിരുമേനി, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വലിയ ഒരു സന്തോഷത്തിന്റെ ദിവസത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ആയിരിക്കുന്നത്. തുമ്പമൺ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയെ സംബന്ധിച്ച് ഇത് സന്തോഷത്തിന്റെ ഒരു ദിവസമാണ്. കുറെ നാളുകളുടെ ആഗ്രഹങ്ങളുടെ
സ്വപ്നങ്ങളുടെ സഫലീകരണമാണ് ഇന്ന് ഈ ദിവസം എന്ന് നമുക്ക് ഓർത്തെടുക്കാം. തമ്പുരാനെ പെറ്റ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇവിടെ കുരിശടി ഉയരുമ്പോൾ അത് ഇടവകയ്ക്ക് മാത്രമല്ല, ഈ ദേശത്തിന് തന്നെ അനുഗ്രഹത്തിന്റെ ഒരു സന്ദേശമായിട്ട് മാറുന്നു എന്നാണ് എനിക്ക് ഓർക്കുവാൻ കഴിയുന്നത്. അപ്രകാരം ഒരു പ്രാർത്ഥനയാണ് ഈ ദേശത്തിന്റെ ഒരു അനുഗ്രഹത്തിനായിട്ട് ഈ കുരിശടിയായി മാറട്ടെ എന്നാണ് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നത്. ആ സമയം തന്നെ ഈ കുരിശടിക്കായിട്ട് സ്ഥലം നൽകിയ പറമ്പിലെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ചായനെയും എല്ലാവരെയും ഈ സമയത്ത് ഓർക്കുകയാണ്. അപ്പോൾ തന്നെ ഇടവക അംഗങ്ങളുടെ ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇത്ര പെട്ടെന്ന് ഇപ്രകാരം ഒരു കുരിശടി പൂർത്തീകരിക്കുവാൻ ദൈവത്തിന്റെ കൃപ നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഓർക്കുകയും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. ഇന്നത്തെ ഈ യോഗത്തിന് അധ്യക്ഷനായിരിക്കുന്നത് ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട ഡോക്ടർ കോശി പി ജോർജ് അച്ഛനാണ്. അച്ഛനെ കുറിച്ച് ഈ പറയുന്ന തരേണ്ടതായ ആവശ്യമൊന്നുമില്ല. ഈ കുരിശടിയുടെ നിർമ്മാണത്തിൽ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടെ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ഡോക്ടർ കോശി പി ജോർജ് അച്ഛനെ വളരെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഇന്ന് ഈ കുരിശടി കുദാശ ചെയ്ത് ദേശത്തിനായിട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഇടവകയുടെ മെത്രാപ്പോലീത്ത അഭിവന്യ യോഹാനോൻ മാർ മെരീത്തിയോസ് മെത്രാപ്പോലീത്ത തിരുമേനിയാണ്. തിരുമേനി നമ്മുടെ ഇടവകയുടെ എല്ലാ കാര്യത്തിലും നമ്മോടുകൂടി ആയിരിക്കുകയും എല്ലാ കാര്യത്തിലും താല്പര്യത്തോടെ ശ്രദ്ധയോടെ ഓരോ കാര്യങ്ങളും നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട അഭിവന്യ തിരുമേനിയെ ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും ബഹുമാനത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഇടവകയുടെ വികാരിമാരായിട്ട് സേവനമനുഷ്ഠിച്ച ബഹുമാനപ്പെട്ട വൈദികരാണ് ഇവിടെ ഉള്ളത്. എന്റെ പിതാവ് ഉൾപ്പെടെ ബഹുമാനപ്പെട്ട യോഹന്നാൻ അച്ഛൻ ഉണ്ടായിരുന്നു, സാംസൺ അച്ഛൻ, അതുപോലെ ജെയിംസ് അച്ഛൻ, അതുപോലെ റോയി അച്ഛൻ, ഡേവിസ് അച്ഛൻ, എല്ലാ അച്ഛന്മാരെയും, രവി അച്ഛൻ, എല്ലാ അച്ഛന്മാരെയും ഈ സമയത്ത് ഓർക്കുകയും സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഇന്ന് ആശംസാ പ്രസംഗങ്ങൾക്കായിട്ട് നിയോഗിച്ചിരിക്കുന്നത് സെന്റ് തോമസ് മലങ്കര കത്തോലിക്ക പള്ളി വികാരിയായിട്ടുള്ള റവറന്റ് ഫാദർ കോശി ജോർജ് ചിറയത്തച്ഛനാണ്. അച്ഛൻ നമ്മുടെ ഇടവകയുടെ കാര്യങ്ങൾക്കൊക്കെ പെരുന്നാളുകളുടെ സമയത്തൊക്കെ സ്വീകരണം നൽകുന്നതിനും എല്ലാ കാര്യങ്ങളിലും ബഹുമാനപ്പെട്ട അച്ഛൻ നേതൃത്വം നൽകുകയും ആ ഇടവക ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെ വളരെ സ്നേഹത്തോടെ ഈ സമയത്ത് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം വള്ളിക്കോട് ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡ് മെമ്പർ ശ്രീമതി ശ്രീലേഖ ജയകുമാർ സന്നിഹിതരായിട്ടുണ്ട്. വളരെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഈ ഇടവകയുടെ സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട ഏറ്റവും സ്നേഹമുള്ള എം വി വർഗീസ് ഈ നിർമ്മാണ ഘട്ടങ്ങളിലൊക്കെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയോടെ വന്ന് കാണുകയും ശ്രദ്ധിക്കുകയും എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുകയും ചെയ്ത വ്യക്തിയാണ്. വളരെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇടവകയുടെ ട്രസ്റ്റി, അതുപോലെ ഭരണസമിതി അംഗങ്ങൾ എല്ലാവരെയും ഔപചാരികതയുടെ പേരിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഈ യോഗത്തിന് ഈ കുരിശടിയുടെ കുദാശയുടെ വിജയമെന്ന് പറയുന്നത് ഈ കൂടി വന്നിരിക്കുന്നതായ വിശ്വാസികളാണ്. തുമ്പമൺ ഭദ്രാസനത്തിലെ കൈപ്പട്ടൂർ, വള്ളിക്കോട്, മഞ്ഞിനിക്കര, മാന്തളം, കാരക്കാട് തുടങ്ങി മിക്ക ഇടവകകളിൽ നിന്നും, മിടുവേലി ഇടവകകളിൽ നിന്നൊക്കെ വിശ്വാസികൾ വന്ന് സംബന്ധിക്കുകയും നമുക്ക് സന്തോഷം പങ്കിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരെയും
വളരെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് അനുഗ്രഹ പ്രഭാഷണത്തിനും ശിലാഫലക അനാച്ഛാദനത്തിനുമായി അഭ്യുന്ന പിതാവായ യോഹന്നാൻ മാർ ബെനീത്തോസ് തിരുമേനിയെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യരായ വൈദികരെ, അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസം, കൂടുതലായി ദീർഘമായൊരു പ്രശ്നത്തിന്റെ ആവശ്യം ഇവിടെയില്ല. സെന്റ് ജോർജ് യാക്കോബായ ശ്രീയാനപ്പള്ളിക്ക് അഭിമാനമായി, ഇതിനാസനത്തിന് അഭിമാനമായി, യാക്കോബായ ശ്രീയാൻ സഭയ്ക്ക് അഭിമാനമായി ഈ പ്രദേശത്ത് ഒരു കുരിശടി ഉയർന്നു വന്നിരിക്കുന്നു. ഇതിന് കാരണക്കാരായ എല്ലാവരെയും ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ഈ കുരിശടിക്ക് സ്ഥലം ലഭ്യമാക്കിയ ശ്രീ പറമ്പിൽ പി ടി ജോസഫ് കുഞ്ഞോൻശാനെയും കുടുംബത്തെയും പ്രത്യേകമായി ഓർക്കുന്നു. അതേപോലെ തന്നെ ഈ കുരിശടിയുടെ നിർമ്മാണ ചെലവ് അദ്ദേഹം വഹിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതും പ്രത്യേകമായി ഓർക്കുകയും ആ കുടുംബത്തോടുള്ളതായ കടപ്പാട് ഈ ഇടവകയ്ക്ക് വേണ്ടി അറിയുകയും ചെയ്യും. ഈ കുരിശ് എന്ന് പറയുന്നത് നന്മയുടെ അടയാളമാകുന്നു. നാം സഭ നമ്മെ പഠിപ്പിക്കുന്നത് കുരിശ് ജയത്തിന്റെ കൊടിയാകുന്നു, വിജയത്തിന്റെ അടയാളമാകുന്നു, തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ളതായ ആ മാറ്റത്തിന്റെ അടയാളം കൂടി ആകുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കുരിശിന്മേൽ തൂക്കപ്പെട്ട് അതിന്മേലുണ്ടായിരുന്നതായ ശാപത്തെ നീക്കി അതുവഴിയായി മനുഷ്യവർഗത്തിന്റെ മേൽ വാണിരുന്നതായ പൈശാചിക അധികാരത്തെ നീക്കം ചെയ്ത് അവരെയൊക്കെയും ദൈവത്തിന്റെ മക്കളാക്കി മാറ്റുകയുണ്ടായി. ആ പ്രക്രിയ വിശ്വസിക്കുന്നവരായ ഏവരും ദൈവത്തിന്റെ മക്കളായി തീരുവാനായി നടത്തപ്പെടുന്നതായ ദൈവിക ശുശ്രൂഷയുടെ ഒരു അടയാളം, അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു അടയാളം വിശുദ്ധ കുരിശ് ആകുന്നു. കുരിശ് മുഖാന്തരമായി സഭയുടെ സകല ശുശ്രൂഷകളും പൂർത്തീകരിക്കപ്പെടുന്നു. കുരിശ് മുഖാന്തരമായി സഭയുടെ കൂദാശകളൊക്കെയും നിവർത്തിക്കപ്പെടുന്നു. ശുദ്ധീകരണത്തിൻ്റെതായ അടയാളം എന്നുള്ള നിലയിലാകുന്നു കുരിശിനെ നമ്മൾ കണക്കാക്കുന്നത്. വിശുദ്ധ കുർബാന ഉൾപ്പെടെ ഉള്ളതായ എല്ലാ കൂദാശകളും കുരിശ് വരയ്ക്കാതെ, കുരിശ് അടയാളമായി സ്വീകരിക്കാതെ പൂർണ്ണമാക്കപ്പെടുന്നില്ല എന്നുള്ളത് നമുക്കെയും ഓർത്തുകൊള്ളു. പിശാചിന് എതിരായി പ്രയോഗിക്കാവുന്നതായ ഏറ്റവും പ്രധാനപ്പെട്ടതായ ആയുധമാകുന്നു കുരിശ്. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കുരിശിന്മേൽ തൂക്കപ്പെട്ട് പിശാചിനെയും അവന്റെ അധികാരത്തെയും കീഴാക്കി എല്ലാ ശത്രുക്കളെയും, സാത്താനുടേതായ സകല ശത്രുക്കളെയും കീഴാക്കി മനുഷ്യജാതിക്ക് സ്വർഗരാജ്യത്തിലേക്കുള്ളതായ പാത വെട്ടിത്തുറന്ന് കൊടുത്തു. കുരിശെന്ന് പറയുന്നത് 13 നൂറ്റാണ്ടുകളിൽ ഒരുക്കപ്പെട്ടതായ ഒരു അടയാളമായിരുന്നു. കാരണം അത് കുറ്റവാളികൾക്ക് വധശിക്ഷ നൽകുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ്. കുറ്റവാളികളെ അതിന്മേൽ തൂക്കി ദിവസങ്ങളോളം ആ കുറ്റവാളിയുടെ രക്തം അതിൽ നിന്ന് ഒഴുകി ഇഞ്ചിഞ്ചായി അവൻ മരിക്കുക എന്നുള്ളതായിരുന്നു അന്ന് നിലവിലുന്നതായ അതിക്രൂരമായ സമ്പ്രദായം. അതിന് മാറ്റം വന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ദൈവപുത്രൻ തന്നെ മനുഷ്യജാതിയുടെ മേൽ വാണിരുന്നതായ പാപത്തിന്റെ ശാപത്തെ കുരിശ് മുഖാന്തരമായി നീക്കപ്പെട്ടു. യേശുക്രിസ്തു അതിന്മേൽ തൂക്കപ്പെട്ടത് മുതൽ അത് രക്ഷയുടെ അടയാളമായി പരിഗണിക്കപ്പെട്ടു വരുന്നു. ഇന്ന് ഈ കുരിശ് ഇവിടെ ഉദാശീയപ്പെടുന്നത് മുതൽ ദേശത്തിന്റെ അനുഗ്രഹത്തിനായി ഈ കുരിശടിയിൽ പ്രാർത്ഥിക്കുന്നതായ ഏവർക്കും അനുഗ്രഹങ്ങള്, പ്രതിബന്ധങ്ങളിൽ നിന്നുള്ളതായ മോചനം, പരീക്ഷണങ്ങളിൽ നിന്നുള്ളതായ വിടുതല്,
ദുഷ്ടകാര്യങ്ങളെ സാധിക്കുന്നതിനുള്ളതായ ആ മധ്യസ്ഥത ഇതൊക്കെയും ഈ കുരിശടിയിൽ നിന്ന് ലഭിക്കും എന്നുള്ളതാകുന്നു നമ്മുടെ വിശ്വാസം. പരിശുദ്ധ ദൈവമാതാവായ കന്യമറിയാം അമ്മയുടെ നാമത്തിലാകുന്നു ഈ കുരിശ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ആയതുകൊണ്ട് ഇവിടേക്ക് വന്ന് പ്രാർത്ഥിക്കുന്നതിനും അനുഗ്രഹങ്ങളെ പ്രാപിക്കുന്നതിനും എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഈ കുരിശടി ഇവിടെ യാഥാർത്ഥ്യമായി ആക്കി തീർക്കുന്നതിന് ഇടവകയുടെ വികാരിയായി പ്രവർത്തിക്കുന്ന എത്രയും ബഹുമാനപ്പെട്ട ഡോക്ടർ കോശി പി ജോർജ് അച്ഛൻ വളരെയേറെ അധ്വാനിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് നമുക്കൊക്കെ നല്ല ബോധ്യമുള്ളതായ ഒരു സംഗതിയാകുന്നു. ഇത് ഏറെ നാളുകൾക്ക് മുൻപ് ഇതിന്റെ പ്രാരംഭം വിട്ടുവെങ്കിലും പലവിധമായ കാരണങ്ങളാൽ അത് തടസ്സപ്പെട്ട് മുന്നോട്ട് പോയി. എന്നാൽ ദൈവം തിരുമനസ്സായി ബഹുമാനപ്പെട്ട അച്ഛൻ അപ്പോഴേക്ക് ഒരു ടേം ഇവിടുന്ന് മാറി നിൽക്കുന്ന അവസ്ഥയായിരുന്നു. ദൈവനിയോഗത്താൽ വീണ്ടും ബഹുമാനപ്പെട്ട അച്ഛൻ ഈ ഇടവകയുടെ ചുമതലയേറ്റപ്പോൾ തന്നെ അത് നടപ്പാകുന്നതിന്, പൂർത്തീകരിക്കുന്നതിന്, ഉദാശീയപ്പെടുന്നതിന് ദൈവം അവസരമൊരുക്കിയത് തികച്ചും ഒരു ദൈവനിയോഗമാകുന്നു എന്ന് ഈ അവസരത്തിൽ ഓർക്കുന്നു. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട സിറിൽ കുര്യാക്കോസ് അച്ഛനും ഇതിനുവേണ്ടി ഏറെ പ്രവർത്തിക്കുകയും ഇടവകയുടെ അസിസ്റ്റന്റ് വികാരി എന്നുള്ളതായ നിലയിൽ നിസ്തുലമായ സംഭാവനകൾ നൽകുകയും ചെയ്തിട്ടുള്ളതും ഈ അവസരത്തിൽ ഓർക്കുന്നു. രണ്ട് വൈദികർക്കും വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഈ കുരിശടിയുടെ യാഥാർത്ഥ്യമായി തീരുന്നതിന് പ്രവർത്തിച്ചതായ ബഹുമാനപ്പെട്ട വൈദികരെ കുരിശിന്റെ അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ കുരിശ് അനുഗ്രഹത്തിൻ്റെതായി ഈ നാടിന് സമർപ്പിക്കുന്നു. ഇപ്പോൾ അഭിമന്യ തിരുമേനി ഈ കുരിശിന്റെ ഇടതും വലതുമായിട്ട് സ്ഥാപിച്ചിട്ടുള്ളതായ ശിലാഫലകം അനാച്ഛാദനം ചെയ്യുന്നതാണ്. അഭിമന്യ തിരുമേനി സംസാരിച്ചതുപോലെ തന്നെ ഈശോയുടെ യാഥാർത്ഥ്യമാകുന്ന ജീവാത്മാവും പരമാത്മാവുമായി പ്രവർത്തിച്ചത് പി ടി ജോസഫ് പറമ്പിലിന്റെ ഫാമിലി ആകുന്നു. ആ പ്രിയപ്പെട്ട ദൈവമക്കൾ, അതുപോലെ തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്ന സമയത്ത് അതിന്റെ പ്രതിനിധികളായിട്ട് പ്രവർത്തിച്ചവരെ ആദരിക്കുന്നതിനുള്ള സമയമാകുന്നു. പി ടി ജോസഫ് പറമ്പിൽ ചായനെ ഇവിടെ കരുതലുള്ളതായ പൊന്നാട സ്വീകരിക്കുന്നതിനായിട്ട് പ്രിയപ്പെട്ട മുന്നോട്ട് കടന്നു വരികയും അഭിനന്ദി അദ്ദേഹത്തിന് സമർപ്പിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹധർമ്മണി തരുണമാമയെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. തിരുമേനിയിൽ നിന്ന് ഈ കുരിശിനോട് ഏറ്റവും അടുത്ത് താമസിക്കുന്ന, ഇതിന്റെ കൺസ്ട്രക്ഷൻ ആവശ്യമായ എല്ലാ അവകാശങ്ങളും നൽകിയ എന്റെ കുടുംബാംഗം കൂടിയാണ് മാത്യു ദൈവമണ്ണിൽ അവരുടെ വളരെ സ്നേഹത്തോടെ ഈ കുരിശടിയിലെ ക്ഷണിക്കുന്നു പൊന്നാട സ്വീകരിക്കുന്നതിനായി. ഇതിന് ഏറ്റവും യാതൊരു വ്യത്യാസം കൂടാതെ ആരോഗ്യം നോക്കാതെ ഇതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത ഇടപെടൽ സാജൻ ജോണി പ്രിയപ്പെട്ട ജോസഫ് ചായൻ നൽകുന്നതായ ഈ പ്രസന്റേഷൻ തിരുമേനയിൽ നേതൃത്വം നൽകിയതായ ഇടവകയുടെ സെക്രട്ടറി അവർ ഈ പ്രസന്റേഷൻ ജോസഫ് ചായന്റെ വകയായിട്ടുള്ളത് സ്വീകരിക്കുവാനായിട്ട് ഏതാനും മിനിറ്റുകളോട് മാത്രമേ നിർമ്മാണത്തിന് നേതൃത്വം എല്ലാ കാര്യത്തിലും ശ്രദ്ധേയമായി നിയന്ത്രിച്ച വികാരി ഡോക്ടർ
കോശി പി ജോർജസിനെ ആദരവ് സ്വീകരിക്കുവാനായിട്ട് ക്ഷണിക്കും. അല്പസമയം കൂടെ മാത്രം ആശംസകൾ അറിയിക്കുവാനായിട്ട് 3 വിശിഷ്ട വ്യക്തികളുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ മാപ്പിലാലിൽ സെന്റ് തോമസ് മലങ്കര കത്തോലിക്ക ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട കോശി ജോർജ് ചിറയത്ത് അച്ഛനാണ്. അച്ഛനെ ആശംസകൾ അറിയിക്കുവാനായിട്ട് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അഭിവന്യ പിതാവേ, വന്യ വൈദികരെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ ദിവസവും മണിക്കൂറുകൾ യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നവീകരിക്കപ്പെട്ട വഴികളിലൂടെ മനുഷ്യകരങ്ങളാൽ നിർമ്മിക്കപ്പെട്ട വാഹനത്തിൽ സുരക്ഷിതരായി ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് നീങ്ങുന്നതിൽ പ്രാവീണ്യം ഉള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ഒരു പരിധിവരെയും ഈ യാത്രകളാണ് നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതും ആ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിയതിന്റെ ഫലമായി നമ്മൾ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളും. യാത്ര ചെയ്യുന്നവരായ നമ്മൾക്ക് റോഡുകളിൽ നിരവധിയായ നിർദ്ദേശങ്ങൾ ലഭ്യമാണ്. നമ്മൾ